വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ അതേ വേദഭാഗം വായിക്കുന്നത് ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു എന്നാണ്. വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ ആർ പെരിഷിങ്. ദർശനമില്ലാത്തടത്ത് ജനം എന്ത് ചെയ്യാണ്? നശിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പൗലോസിന് കർത്താവ് നൽകിയ വിശേഷപ്പെട്ട 5 ദർശനങ്ങളെ കുറിച്ചാണ്. താന് ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുകയോ ക്രിസ്ത്യാനിയായി അങ്ങനെ വളർന്നു വരികയോ ചെയ്ത ഒരു വ്യക്തിയല്ല. ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിനാൽ താൻ സന്ദർശിക്കപ്പെട്ട് തൻ്റെ മുഴുവൻ ചിന്താഗതികളും മാറി. പ്രൈസ് ദി ലോർഡ്. യഹൂദ മതത്തിൽ വളരെ എരിവോടെ നടന്നിരുന്ന ആ മനുഷ്യൻ, സഭയെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്ന മനുഷ്യൻ, നസ്രായ മതത്തിന് മുമ്പനായി മാറാൻ കാരണം ദൈവം തനിക്ക് നൽകിയ ഒരു പ്രത്യേകമായ ദർശനമാണ്. പൗലോസിന് ലഭിച്ച 1ാമത്തെ ദർശനം തന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച യേശു ക്രിസ്തു നൽകിയ ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ താൻ തൻ്റെ മാനസാന്തര അനുഭവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് തനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ, 22-ാം അധ്യായത്തിൽ, 24-ാം അധ്യായത്തിൽ, 26-ാം അധ്യായത്തിൽ 4 പൗലോസ് തനിക്ക് ലഭിച്ച ആ ദർശനത്തെക്കുറിച്ച് ഊന്നി പറയുകയാണ്. അവസരം കിട്ടുന്നിടത്തെല്ലാം താനത് ആവർത്തിച്ചു പറയുകയാണ്. അതിലെ ഒരു വേദഭാഗമാണ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ പറയുന്നു, രാജാവേ, ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു തൻ്റെ മുഴുവൻ മഹത്വത്തോടും കൂടെ ഇവിടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ആർക്കും യേശുവിനോട് സമീപിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം യേശു തേജസ്സിൻ്റെ കർത്താവാണ്. പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടി വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി ഇവിടെ വരികയാണ് ഉണ്ടായത്. ആളുകൾ അവനെ ആ നിലയിൽ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടത് എങ്കിലും പ്രൈസ് ദി ലോർഡ്, വാസ്തവത്തിൽ അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ യേശുവിൻ്റെ 3 പ്രത്യക്ഷതകൾ നിങ്ങൾ നോക്കിയേ. ഒന്ന്, പൗലോസിന് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു ക്രിസ്തു വെളിപ്പെട്ട ആ സന്ദർഭമാണ് അല്ലേ. നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശമാണ് അവനെ ചുറ്റിമിന്നിയത്. നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് യേശുവിനോട് സംസാരിക്കുകയാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രയനായി യേശു ആകുന്നു ഞാൻ. അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു തേജസ്സുള്ള ദർശനം നാം അവിടെ കാണുകയാണ്. ഭൂമിയിലായിരുന്നപ്പോൾ മറുരൂപമലയിൽ ശിഷ്യന്മാരുടെ മുമ്പാകെ യേശു തേജസ്കരിക്കപ്പെടുന്നു. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. അവൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതീവ വെണ്മയുള്ളതായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ആരാണെന്ന് നാം അവിടെ മനസ്സിലാക്കുകയാണ്. 3ാമത്തെ വെളിപ്പെടുത്തൽ പത്മോസ് ദ്വീപിൽ വെച്ചാണ്. യോഹന്നാൻ എന്ന യേശുവിൻ്റെ വത്സല ശിഷ്യൻ പ്രായാധിക്യത്തിലെത്തി സ്വാഭാവിക മരണം വരിച്ച ആ ഭക്തൻ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവജനവും നിമിത്തം
പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് കിടക്കുമ്പോൾ, അവിടെ ആയിരിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ അവനൊരു ആത്മവിശുദ്ധിയിലായി യേശുവിനെ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. അവൻ്റെ തലയും തലമുടിയും ഹിമത്തോളം വെളുത്തതായി മാറുകയാണ്. ആമേൻ. അവൻ മാറത്ത് പൊൻകച്ച ധരിച്ചവനായി, കാല് ഉലയിൽ ചുട്ടു പഴുപ്പിച്ച് വെള്ളോടിന് സദൃശനായി അവിടെ വെളിപ്പെടുകയാണ്. ആ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ വീഴുകയാണ്. നിങ്ങൾ നോക്കൂ, യേശു വെളിപ്പെട്ട സന്ദർഭങ്ങൾ. മറുരൂപമലയിൽ വെളിപ്പെട്ടപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചില്ലേ? പൗലോസിനെ സന്ദർശിച്ചപ്പോൾ ആ വെട്ടത്തിൽ പൗലോസിൻ്റെ കണ്ണു മഞ്ചി 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടുന്നത്. മൂന്നാമത് പത്മോസ് ദ്വീപിൽ വെച്ചാണ്. അപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കണം. പ്രൈസല്ലോ. ആ സന്ദർശനമാണ് പൗലോസിനെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഹല്ലേലൂയ. ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണി യഹൂദ മതത്തിലെ ശ്രേഷ്ഠമായ 8 കൂട്ടം കാര്യങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ചപ്പ് ചവറ് എന്നെണ്ണിക്കൊണ്ട്, പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട്, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാഖിലേക്ക് ഓടുവാൻ അവനെ പ്രേരിപ്പിച്ചത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവന് ലഭിച്ച ദിവ്യമായ ദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 35 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അഗ്രിപ്പാവ് രാജാവിൻ്റെ മുമ്പാകെ സുവിശേഷ നിമിത്തം വിസ്താരത്തിന് നിൽക്കുമ്പോഴും പൗലോസ് പറയുന്നത്, അഗ്രിപ്പ രാജാവേ, ഞാൻ ആ സ്വർഗീയ ദർശനത്തിന് ഇതുവരെയും അനുസരണക്കേട് കാണിച്ചിട്ടില്ല. തന്നെ മാറ്റിമറിച്ചത്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചത്. ആമേൻ. ഹല്ലേലൂയ. അന്ന് ഏറ്റവും അധികം തിരസ്കരിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട ആ ദൈവജനത്തിനു വേണ്ടി ധീരതയോടെ നിൽക്കാൻ, ഒരായുസ് മുഴുവൻ യേശുവിന് വേണ്ടി ചെലവഴിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് ദൈവം അവന് നൽകിയ ആ ദിവ്യമായ ദർശനമാണ്. അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശൗലിനെ പൗലോസാക്കി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ശൗൽ എന്ന വാക്കിന് സിംഹമെന്നും പൗലോസ് എന്ന വാക്കിന് ചെറിയവൻ എന്നും അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് എന്ന വാക്ക് താൻ ഉപയോഗിച്ചതിൻ്റെ ഒരു പ്രസക്തമായ കാരണം, താൻ ജാതികളുടെ അപ്പോസ്തോലൻ എന്നാണ് അറിയപ്പെട്ടത്. ജാതികളുടെ ഇടയിൽ താൻ തൻ്റെ റോമൻ നാമമാണ് ഉപയോഗിച്ചത്. ആമേൻ. ആരെയും ഏതുവിധേനയും നേടുവാൻ, ആമേൻ, ബർബരന്മാരെയും ശകന്മാരെയും, ആമേൻ, വിദ്യാവിഹീനരെയും ഒക്കെ നേടുവാൻ താൻ ആ റോമൻ പേരിൽ പിന്നീട് അറിയപ്പെടുകയാണ് ഉണ്ടായത്. പൗലോസിൻ്റെ ഒന്നാമത്തെ ദർശനം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശു അവനെ സന്ദർശിച്ച ആ അനുഭവമാണ്. അവൻ എന്തിനാണ് പോയത്? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനാണ് പോയത്. പക്ഷേ ആ ദർശനം അവൻ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ജീവിതാവസാനം വരെ നിലനിൽക്കാൻ അവന് പ്രേരകമായി മാറി, പ്രചോദനമായി മാറുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരൊത്തിരി പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നതെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ആ സന്ദർശനത്തിൽ അവൻ വാഹനമൃഗത്തിൽ താഴെ വീഴുകയാണ്. തൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരപത്രം പറന്നു പോവുകയാണ്. താൻ ചെയ്തുകൊണ്ടുവന്ന പ്രോഗ്രാം ഷീറ്റ് പാറിപ്പോകുകയാണ്. ഒന്നുമില്ലാത്തവനായി. ഹലോ, അധികാരപത്രമില്ല, പ്രോഗ്രാം ഷീറ്റില്ല, ശരീരത്തിന് ബലമില്ല, ആ കണ്ണിന് കാഴ്ചയില്ല. ഒന്നുമില്ലാത്തവനായി അവൻ കിടക്കുമ്പോൾ അവൻ യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? സഹോദരങ്ങളെ, ചില പ്രത്യേക വേളകളിൽ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് നാം ഒന്നുമല്ല എന്ന് ദൈവം നമ്മുടെ മുമ്പാകെ തെളിയിച്ചിട്ട് നാം കർത്താവിലേക്ക് നോക്കാൻ ദൈവം നമുക്ക് അവസരം നൽകും. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്യേണ്ടത് തുടർന്നുള്ള കാലഘട്ടത്തിൽ കർത്താവിന് വ്യക്തമായി കൊടുക്കുന്നതായി നാം ആ വേദഭാഗങ്ങളിൽ കാണുകയാണ്. ഒന്നാമത്തെ ദർശനം തന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച ദർശനമാണ്. രണ്ടാമത് തനിക്ക് ലഭിക്കുന്ന ദർശനം കർത്തൃമേശയെക്കുറിച്ചുള്ള ദർശനമാണ്. കർത്തൃമേശയെക്കുറിച്ചുള്ള ദർശനമാണ്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 11:23 വാക്യം. ഞാൻ കർത്താവിൽ നിന്ന് വായിച്ചാട്ട്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്നാണ് വായിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, യേശു ക്രിസ്തു തിരുവത്താഴ ശുശ്രൂഷ സംസ്ഥാപിക്കുമ്പോൾ
പൗലോസ് അവിടെയില്ല. പൗലോസ് പിന്നീടാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പൗലോസ് ഇത് ഒരു ദൃക്സാക്ഷി വിവരണം പോലെ എഴുതുകയാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, പൗലോസേ, നീ ഇതെങ്ങനെ കണ്ടത്? നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. 12 അപ്പോസ്തലന്മാരിൽ നീ പെട്ടവനല്ലല്ലോ. പിന്നെ നീ ഇതെങ്ങനെയാണ് കണ്ടത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് പറയാനൊരു സാക്ഷ്യമുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ അവൻ കുറേ കാലം പോയി താമസിച്ചു. അങ്ങനെ കർത്താവുമായുള്ള സമ്പർക്കത്തിൽ അവൻ കഴിയുന്ന കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അവന് ഇങ്ങനെ വെളിപ്പാടുകൾ നൽകുന്നു. ആ വെളിപ്പാടിൽ ശ്രേഷ്ഠകരമായൊരു വെളിപ്പാട് യേശു ക്രിസ്തുവിൻ്റെ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആ ദർശനമായിരുന്നു. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയുടെ ഗൗരവം എത്ര വലുതാണ്! ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇന്ന് പകലിൽ നിന്ന് നാം കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവ് വരുവോളം നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന മഹനീയമായൊരു ശുശ്രൂഷയാണ് തിരുവത്താഴം. പിൻപിലേക്ക് നോക്കി യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നും, മുമ്പിലേക്ക് നോക്കി നമ്മെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു എന്നും, യേശുവിൻ്റെ മരണത്തിൻ്റെയും മടങ്ങി വരവിനെയും ഇടയ്ക്കുള്ള ആ ഇടക്കാലഘട്ടം മുഴുവൻ, സഭായുഗം മുഴുവൻ സഭയ്ക്ക് അനുഷ്ഠിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായ ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ എന്നുള്ളത്. യേശുവിൻ്റെ ശരീരം നമുക്കായി നുറുകപ്പെട്ടു എന്ന്, യേശുവിൻ്റെ പുണ്യാഹരക്തം നമുക്കായി ചീന്തപ്പെട്ടു എന്ന് സഭാജനത്തെ അനുസ്മരിപ്പിക്കുന്ന, അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, അവരുടെ കർത്താവുമായ ഒരു ദിവസം പന്തിയിലിരിക്കുമെന്നുള്ള ആ സുദൃഢമായ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന മനോഹരമായൊരു ശുശ്രൂഷയാണ് തിരുവത്താഴം എന്നുള്ളത്, അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ നാം അനുസ്മരിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ചെവിന്. എന്തിൻ്റെ ഓർമ്മയാണ്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മ, അല്ലേ? അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചീന്തി എന്നതിൻ്റെ ഓർമ്മ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്തൃമേശ, അതിനെക്കുറിച്ചുള്ള ദർശനം പൗലോസിന് കർത്താവ് അറേബ്യൻ മരുഭൂമിയിൽ വെച്ചാണ് നൽകുന്നത്. സ്തോത്രം. പലസ്തീനിൽ, ഇസ്രായേലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ആ സംഭവങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം താൻ സൗദി അറേബ്യയുടെ മരുഭൂമിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം അവന് മറനീക്കി പ്രദർശിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, എത്രമാത്രം ശ്രേഷ്ഠകരമായ, ആശ്ചര്യകരമായ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസിന് കർത്താവ് നൽകിയ ദർശനം ദൈവസഭയ്ക്ക് അവൻ പകർന്നു നൽകുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ദൈവസഭയ്ക്ക് വേണ്ടി ആ ധന്യനായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നൽകിയ വെളിപ്പാടാണ് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവിന് മൂന്നാമത് ദൈവം തനിക്ക് നൽകിയ ദർശനം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ദർശനങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് വിവരിക്കാം. മൂന്നാമത് കർത്താവ് പൗലോസിന് നൽകിയ ദർശനം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ദർശനങ്ങളാണ്. 4 ദർശനങ്ങളാണ് ആ വിഷയ സംബന്ധിയായി ദൈവം പൗലോസിന് നൽകുന്നത്. ഒന്നുകൂടെ പറയാം. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ, വ്യത്യസ്തങ്ങളായ 4 സ്ഥലങ്ങളിൽ പോകാൻ ദൈവം പൗലോസിന് ദർശനങ്ങൾ നൽകുകയാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോന്നായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഒരു ദർശനം കണ്ടു. ഹലോ, ഒരു ദർശനം കണ്ടു. എന്തായിരുന്നു ദർശനം? ഒരു മക്കദോന്യക്കാരനായ പുരുഷൻ രാത്രിയിൽ കാണുന്ന കാഴ്ചയാണ്. താൻ ഉറങ്ങുമ്പോൾ താൻ ഒരു കാഴ്ച കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന്റെ വേഷവിധാനം കണ്ടപ്പോ തനിക്ക് മനസ്സിലായി ഇത് ഒരു മക്കദോന്യക്കാരനായ പുരുഷനാണ്. പ്രൈസ് ദി ലോർഡ്. ആ പുരുഷൻ പറയാ, കം ആൻഡ് ഹെൽപ്പ് us, വന്ന് ഞങ്ങളെ സഹായിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദർശനം കണ്ടപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. അടുത്ത വാക്യം, 10-ാമത്തെ വാക്യം.
ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ആമേൻ, സ്തോത്രം. ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പൗലോസ് സുവിശേഷവുമായി പോകാൻ കാരണമായി മാറിയത് ഒരു ദർശനമാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, വേദപുസ്തകം 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് എഴുതിയത്: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഓരോ ഭൂഖണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചെറിയൊരു ഗ്രാമമല്ല, സ്ഥലമല്ല, സംസ്ഥാനമല്ല, രാജ്യമല്ല, പല രാജ്യങ്ങൾ ചേരുന്നതാണ് ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത്. 3 ഭൂഖണ്ഡങ്ങൾ. സ്തോത്രം. ഏഷ്യ ഭൂഖണ്ഡം, പലസ്തീൻ കിടക്കുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണ്, അല്ലാതെ കർത്താവ് അമേരിക്കൻ ഉൽപ്പന്നമല്ല. ഹലോ, മനസ്സിലായോ? നമ്മളൊക്കെ ഏഷ്യൻ വംശജരാണ്. ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. പലസ്തീനും കിടക്കുന്നത് എവിടെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ഓക്കെ, അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡം. ഇനി ആഫ്രിക്ക, ഈജിപ്റ്റ് അഥവാ മിസ്രൈം എന്നുള്ളത് ഇന്നും ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മോശയുടെ പ്രവർത്തന സ്ഥലങ്ങൾ എവിടെയായിരുന്നു? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. 3 യൂറോപ്യൻ ഭൂഖണ്ഡം, അല്ലേ? ഇന്ന് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളാണ് ഏത്? ഇറ്റലി, കൊരിന്ത് തുടങ്ങിയ സ്ഥലങ്ങൾ. പൗലോസിന്റെ പ്രവർത്തന സ്ഥലങ്ങൾ ഗലാത്യ, എഫസോസ്, ഫിലിപ്പിയർ, കൊലോസ്യർ, അല്ലേ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചിറ്റാസിയിലെ 7 സഭകൾ, അതെല്ലാം എവിടെ? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് സുവിശേഷവുമായി പോകാൻ പൗലോസിന് പ്രചോദനമായി മാറിയത് കർത്താവ് നൽകിയ ഒരു ദർശനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ദർശനം അനുസരിച്ച് പൗലോസ് മുന്നോട്ട് പോകുന്നു. കുറേ പ്രതികൂലമൊക്കെ സഹിക്കേണ്ടി വന്നെങ്കിലും പിന്നത്തേതിൽ ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു സഭ ഉടലെടുക്കുകയാണ്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു സഭയെ ഉടലെടുക്കാൻ, ഹല്ലേലൂയ, ഒരു ജയിൽ സൂപ്രണ്ട്, ഒരു വസ്ത്രവ്യാപാരി, ഒരടിമ പെൺകുട്ടി എന്നീ 3 വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ആളുകൾ ഒന്നു ചേർന്ന് ഒരു സഭ ആരംഭിക്കുന്നു. അതിന് അവിടേക്ക് പോകാൻ, സഭ തുടങ്ങാൻ, സുവിശേഷം അറിയിപ്പാൻ പൗലോസിന് പ്രചോദനമായി മാറിയത് ദൈവത്തിന് നൽകിയ ഒരു ദർശനമായിരുന്നു. രണ്ടാമത്തെ ദർശനം കൊരിന്ത് എന്ന പട്ടണത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കർത്താവിന് നൽകുന്ന ദർശനമാണ്. വായിക്കാം. അപ്പോസ്തലരുടെ പ്രവൃത്തി 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് പൗലോസിനോട് പറയുകയാണ്, പൗലോസേ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. സ്തോത്രം. ഭയപ്പെടാതെ നീ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊരിന്ത് എന്ന പട്ടണത്തിലേക്ക് പൗലോസ് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മഹാജ്ഞാനികളായ മനുഷ്യരാണ്, ഭയങ്കര പണ്ഡിതന്മാരാണ്. അപ്പോൾ താൻ വിചാരിച്ചു, ഈ ജ്ഞാനികളുടെ ഇടയ്ക്ക് ഞാൻ ചെന്ന് യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുരിശിൽ മരിച്ചു, ആ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപം പോകുമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, എന്താ തെളിവ്, എന്താ അടയാളം, അതിനെന്നാടാവും ഇത്ര വിശ്വസനീയത? യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:23 അല്ലേ, ആദ്യ ഭാഗത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രസംഗം അവിടെ എറിക്കുമോ, ശോഭിക്കുമോ? സ്വത്രം. എനിക്ക് തോന്നി ഇല്ലില്ല, ഇവരൊക്കെ മഹാപണ്ഡിതന്മാരാ, ഇവരുടെ ഇടയ്ക്ക് എൻ്റെ ഈ പ്രസംഗം അത്ര ഏറിക്കത്തില്ല എന്ന് തോന്നിയിട്ട് താൻ പ്രസംഗിക്കുന്നില്ല എന്ന് കരുതി വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പൗലോസേ, നീ അവരെ ഭയപ്പെടരുത്, നീ ധൈര്യമായിട്ട് പ്രസംഗിക്കുക. എന്തിനാ പ്രസംഗിക്കുന്നത്? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഹലോ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ
ജനമുണ്ട്, അതിന് നീ പ്രസംഗിക്കണം. എന്തിനാ പ്രസംഗിക്കുന്നത്? ഹലോ, അല്ലാതെ ജനത്തെ രക്ഷിക്കരുതോ? അല്ല, ജനത്തെ രക്ഷിക്കാൻ ദൈവം ഇന്ന് ഉപയോഗിക്കുന്ന ഉപാധി, അതിനുള്ള മാധ്യമം സുവിശേഷത്തിന്റെ പ്രസംഗമാണ്. വേദവാക്യം ഞാൻ ഉദ്ധരിക്കാം. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. റോമർ 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ചുള്ള കേൾവി, അത് മുഖാന്തരമാണ് വിശ്വാസം അങ്കുരിക്കുന്നത്. അല്ലേ? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയാണ്. കേട്ടത് നമ്മളിൽ വിശ്വാസമായി പരിണമിക്കുകയാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ പ്രസംഗിക്കണം, പ്രസംഗിക്കുന്നവർ കേൾക്കണം. ഹല്ലേലൂയ. ആരും അയക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഹല്ലേലൂയ. ജനം വചനം കേൾക്കണം, വചനം അവരുടെ അകത്ത് ക്രിയ ചെയ്യണം. കെട്ടുപോകാത്ത ഈ വിത്ത് അവരെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കും. നീ പ്രസംഗിക്കണം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അടുത്തത്, നീ ഭയപ്പെടണ്ട. നീ എന്ത് വിചാരിക്കുന്നത്? ആളുകൾ നിന്നെ ആക്രമിക്കുമെന്നോ? യേശു ഗ്യാരണ്ടി നൽകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, നമ്മെ നിയോഗിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് അതിന് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മളെ നിയോഗിക്കുന്ന കർത്താവ്, നമ്മെ ആക്കി വെക്കുന്ന കർത്താവ്, നമ്മെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന കർത്താവ് നമ്മെ ഏകരായി വിടുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മക്കദോന്യയ്ക്ക് പോകാൻ ദൈവം ഒരു ദർശനമാണ് നൽകുന്നത്. കൊരിന്തിൽ പ്രസംഗിക്കാൻ ദൈവം ഒരു ദർശനമാണ് നൽകുന്നത്. 3, ജാതികളുടെ അടുക്കൽ പോകാൻ ദൈവം ഒരു ദർശനമാണ് നൽകുന്നത്. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 17-18 വാക്യം, പിന്നെ 21-ാമത്തെ വാക്യം. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങി ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോക. നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കേണ്ടതല്ലേ? പക്ഷേ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം ശാന്തമായി പഠിച്ചാൽ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നു, ഇവിടെ നീ പ്രസംഗിക്കരുത്. ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിലക്കുകയാൽ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. മൂസയിൽ ചെല്ലുന്നു, ത്രോവാസിൽ ചെല്ലുന്നു, അവിടൊക്കെ ദൈവാത്മാവ് വിലക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ആമേ, പൗലോസ് ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു ആത്മവിവശത വന്നു. ആ വിവശതയിൽ, അവശതയല്ല കേട്ടോ, പരിശുദ്ധാത്മാവിനാൽ ഒരു മൂടപ്പെട്ട അനുഭവമാണ് വിവശത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മവിവശതയിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയാ, പൗലോസേ, നീ ഇനി യെരൂശലേമിൽ നിൽക്കരുത്, വേഗം ഇവിടെ വിട്ടുപോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കാര്യം? ഇനി നീ പ്രസംഗിക്കുന്നത് ഈ ജനം കൈക്കൊള്ളുകയില്ല. 21-ാമത്തെ വാക്യം. നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക്. ഹല്ലേലൂയ. പൗലോസിനെ നമ്മൾ ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. He was the apostle of Gentiles. സ്തോത്രം. അങ്ങനെ ജെന്റൈൽസിന്റെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ, പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാൻ അവനെ അയച്ചത് കർത്താവാണ്. അതൊരു പ്രത്യേക ദർശനത്തിലൂടെയാണ്. ഹല്ലേലൂയ. പൗലോസ് രക്ഷിക്കപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതായിരുന്നു ഒന്നാമത്തെ ദർശനം. അന്ന് അവന്റെ ശുശ്രൂഷയെക്കുറിച്ച് 3 മേഖലകൾ ദൈവം വെളിപ്പെടുത്തി. എൻ്റെ നാമം യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തോരു മാനപാത്രമാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യകാലം അവൻ യഹൂദന്മാരുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ ഈ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദിവസം പൗലോസ് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും. എന്താ കാര്യം? കർത്താവിനോട് പറഞ്ഞു,
പോക, ദൂരത്ത് ഞാൻ നിന്നെ ജാതികളുടെ അടുക്കലേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവം അവൻ്റെ ശുശ്രൂഷയുടെ മൂന്നാമത്തെ മേഖലയിലേക്ക് ദൈവനെ കൈപിടിച്ച് കയറ്റി. എവിടെ? രാജാക്കന്മാരുടെ മുമ്പാകെ, അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ, ഫെസ്തോസിൻ്റെ മുമ്പാകെ, ഫേലിക്സിൻ്റെ മുമ്പാകെ, ബർന്നിക്ക രാജ്ഞിയുടെ മുമ്പാകെ, ദ്രുസില്യ രാജ്ഞിയുടെ മുമ്പാകെ, രാജതലത്തിൽപ്പെട്ട 5 പേരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം അവനെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായില്ല. ആമേൻ. കർത്താവ് അവന് നൽകിയ ആ ദർശനം, ആ നിയോഗം, ആ ശുശ്രൂഷ സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെടുന്നതായി നാം ഈ വേദഭാഗങ്ങളിലൊക്കെയും കാണുകയാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി കർത്താവ് പൗലോസിന് 4 ദർശനങ്ങൾ നൽകി എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? 1, മക്കദോന്യയ്ക്ക് പോകാനുള്ള ദർശനം. 2, കൊരിന്തിൽ പ്രസംഗിക്കാനുള്ള ദർശനം. 3, ജാതികളുടെ അടുക്കൽ പോകാനുള്ള ദർശനം. 4, റോമിൽ പോകുവാനുള്ള ദർശനം. വായിക്കാം. അപ്പോസ്തലർ പ്രവൃത്തി 23:11 വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അനേക ഭക്തന്മാർക്ക് ദൈവം ഇതുപോലെയുള്ള ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദർശനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടാൽ അതൊരിക്കലും മറന്നു പോവില്ല, അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതെപ്പോഴും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംവാദിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈ 40 വർഷത്തെ ശുശ്രൂഷയിൽ സ്തോത്രം, ഹല്ലേലൂയ, 3-4 ദർശനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ ദർശനങ്ങൾ സഹായമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സമയത്തിൻ്റെ പരിധിയുണ്ടെങ്കിലും ഞാൻ ഒരു ചെറിയ ദർശനം ചുരുക്കമായി പറയാം. ഞാൻ നെടുങ്കണ്ടത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, ഒരു ദിവസം ഞാൻ പത്തനാപുരത്തിൻ്റെ വീട്ടിൽ പോയി. അമ്മൻ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. പ്രായമുള്ള 2 ആടുകളെ ഒരു കുറ്റിയേൽ കെട്ടിയിട്ടിരിക്കുന്നതായി കാണുന്നു. അടുത്ത ആടി ഞാൻ കാണുന്നത് ഒരു മനുഷ്യൻ്റെ ചങ്ക്, നെഞ്ച് ഇങ്ങനെ വെട്ടിക്കീറി ഈ ചങ്ക് ഇങ്ങനെ പിടർത്തിയെടുക്കുന്നു, ചോര വരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഉറങ്ങി. രാവിലെ അന്ന് ബോംബെയിൽ ജോലിയായിരുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ട് കിടന്നിട്ടായിരിക്കും. ഞാനത് മറന്നു, ഞാനത് വിട്ടു. ആമേൻ. വ്യാഴാഴ്ച ഞാൻ തിരിച്ചു വന്ന് വണ്ടംമേട്ടിൽ ആമേൻ 400 രൂപ അവിടെ വാടകയ്ക്ക് തരും. താമസിക്കുന്ന വീടിന് 400 രൂപ സെക്ഷനും തരും. ആ 400 രൂപ വാങ്ങാൻ വേണ്ടി തമ്പി എബ്രഹാം പാസ്റ്റർ അടുക്കൽ വണ്ടംമേട്ടിൽ ഞാൻ ചെല്ലുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, പാസ്റ്ററെ, വിലങ്ങുവാറക്കിലെ വീട്ടിൽ വല്ല വഴക്കുമല്ലോ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അങ്ങനെ വഴക്കൊന്നുമില്ല, എന്നാലും അയക്ക് അവരെ ഭയങ്കര സംശയമാണ്, സംശയരോഗം അയക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നാലേ ഭാസ്കരൻ ചേട്ടൻ അങ്ങ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ഹലോ, ഞാൻ ആ നിന്ന നിൽപ്പിൽ വേർത്തുപോയി. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനമില്ലാത്ത 1987 കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മനുഷ്യൻ വീട്ടിൽ വഴക്കുണ്ടായ സമയത്ത് ഫുരിഡാൻ എന്ന് പറയുന്ന ഒരു വിഷമുണ്ട്. ഏലമരത്തിന് ഏലച്ചെടിക്ക് അടിക്കുന്ന ഒരു വിഷമാണ്. അതെടുത്ത് താൻ കുടിച്ച് ആത്മഹത്യ ചെയ്തു. സഭയിൽ അന്ന് കുറേ പാവപ്പെട്ട വിശ്വാസികളാണുള്ളത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പച്ചടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു. അവിടെ വെച്ച് അയാളുടെ നെഞ്ച് കീറി ഓപ്പറേഷൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ സഹോദരങ്ങളെ? അത് മുഖാന്തരം സഭയ്ക്ക് ഒത്തിരി പ്രയാസങ്ങൾ സംഭവിച്ചു. ശുശ്രൂഷയിൽ എന്നെയും വളരെ പിടിച്ചുലച്ച ഒരു സംഭവമാണ്. പക്ഷേ കർത്താവ് എനിക്ക് ആ ദർശനം നൽകിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിവിടെ പതറിപ്പോകുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്,
കർത്താവിനെ കൈവിട്ടിട്ടില്ലാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ കരുണയുടെ കരം അന്നെന്ന പോലെ ഇന്നും എൻ്റെ മേലുള്ളത് കൊണ്ട്, സഹോദരങ്ങളെ, ദൈവം എനിക്ക് ആ സംഭവം അവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് എപ്പോഴോ ദൈവം എനിക്കത് നെടുങ്കണ്ടത്ത് നടക്കുന്ന സംഭവം പത്തനാപുരത്ത് ദൈവം അത് കാണിച്ചു തന്നു. ഞാൻ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത തീർന്നു പോയിട്ടില്ല. എല്ലാ പേക്കിനാവും ദർശനമല്ല, പക്ഷെ ദൈവത്തിൻ്റെ ദർശനം അത് മറന്നു പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് കർത്താവ് പറയാണ്, നീ ധൈര്യമായിരിക്കുക. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമായിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. റോമിലൊരു സഭയുണ്ട്. അത് സ്ഥാപിച്ചത് പൗലോസല്ല, പത്രോസല്ല. പെന്തക്കോസ്താളിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വിശ്വാസികൾ അവിടെ പോയി തുടങ്ങിയൊരു സഭയാണ്, ആമേൻ, റോമിലെ സഭ. റോമിലൊരു സഭയുണ്ടെന്ന് താൻ കേട്ടിട്ടുണ്ട്. തനിക്ക് ആ സഭയിൽ പോയി ഒന്ന് ശുശ്രൂഷിക്കണമെന്ന് ഒരു വലിയ ആഗ്രഹം. അതുകൊണ്ട് ആ സഭയിൽ ചെല്ലുന്നതിന് മുമ്പ് താൻ മുൻകൂറായി എഴുതി അയച്ച ലേഖനമാണ് ബൈബിളിലെ റോമാ ലേഖനം. ആ ലേഖനത്തിന്റെ ആദ്യവും അവസാനവും പൗലോസ് തന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് അതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളുടെ അടുക്കൽ ഒന്ന് വന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹമുണ്ട്. തിരുവെഴുത്തിൽ വായിക്കാം, റോമാലേഖനം 1:15 വാക്യം. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കേട്ടോ, അപ്പോൾ ആ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ പൗലോസ് തന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് പങ്കുവയ്ക്കുകയാണ്, ആഗ്രഹം വ്യക്തമാക്കുകയാണ്. റോമിൽ ഒന്ന് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉണ്ടോ? ഇനി 15:24 വാക്യം, റോമാലേഖനം 15:24. ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സ്പാനിയ എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെയിൻ, ഇംഗ്ലീഷിൽ സ്പെയിൻ എന്നാണ്. ഞാൻ സ്പെയിനിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് റോമിൽ വന്ന് നിങ്ങളെ കാണാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ഞാൻ ആശിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റോമിൽ പോകാൻ വേണ്ടിയുള്ള പൗലോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം താൻ രണ്ടാം വട്ടവും പങ്കുവയ്ക്കുകയാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. 19-21 വാക്യം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അടുത്തത്, ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് ആഗ്രഹം മൂന്നാമതും വ്യക്തമാക്കുകയാണ്. മക്കെദോനിയയിൽ പോകുമ്പോ അതുവഴി അഖായയിലൂടെ കടന്ന് യെരൂശലേമിലേക്ക് പോകണം. യെരൂശലേമിൽ ചെന്ന ശേഷം റോമാ പട്ടണം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? യെരൂശലേം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. റോം എന്ന് പറയുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാണ്, യെരൂശലേമിൽ ചെന്നിട്ട് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, കപ്പലിലൊക്കെയാണ് മനുഷ്യൻ പോകുന്നത്. ആമേൻ, പ്രൈസ്. പായ്ക്കപ്പലുകളാണ്. റോം പോയി കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. 3 പ്രാവശ്യം താൻ ശ്രമിച്ചു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, നടന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് 40-ലധികം പേർ ചേർന്ന് പൗലോസിനെ കൊന്നുകളയുവാൻ കഠിനമായി ശപഥം ചെയ്തു. നിങ്ങളെല്ലാം എവിടെയുണ്ടോ? അവരുടെ ശബ്ദം കേൾക്കണോ? പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് അവർ കഠിനമായി ശപഥം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഭയങ്കര പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് പൗലോസിനെ പൊക്കിയെടുത്തുകൊണ്ടുപോയി പട്ടാള ക്യാമ്പിൽ വെച്ചിരിക്കുകയാണ്. 40 പേർ ചേർന്ന് അവന് വേണ്ടി കഠിനമായി ശപഥം ചെയ്യുന്നു. പക്ഷേ അവിടെ ഗൂഢാലോചന നടക്കുമ്പോൾ രാത്രിയിൽ പൗലോസിൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്നു. ഹലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ചിന്ത കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിനോട് കർത്താവ് സംസാരിക്കാൻ 5 വിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 5 വിധ മാധ്യമങ്ങൾ. ഹലോ, മനസ്സിലായോ? 1, ദൈവം ദർശനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ നേരിച്ചില്ലേ, മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാൻ ദർശനം കണ്ടു, ദർശനം. 2, ദൈവം അശരീരിയായി സംസാരിച്ചിട്ടുണ്ട്. അശരീരിയായി സംസാരിച്ചു. മുള്ളിന് നേരെ ഉദയ്ക്കുന്ന നിനക്ക് നന്നല്ല എന്നവനോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രകാശം കണ്ടെങ്കിലും ആരെയും കണ്ടില്ല. അശരീരിയായി സംസാരിക്കുകയാണ്. 3, ദൂതൻ മുഖാന്തരം സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അദ്രിയ കടലിൽ അലയുമ്പോൾ താൻ പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ
എന്റെ അരികെ നിന്നു. 3 ദൂതൻ മുഖാന്തരമുള്ള ഇടപെടൽ. 4 പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുണ്ട്. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുപോകുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. 4 പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഒന്ന് നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. ദർശനത്തിലൂടെ സംസാരിച്ചു, അശരീരിയായി സംസാരിച്ചു, ദൂതൻ മുഖാന്തരം സംസാരിച്ചു, 4 പ്രവാചകൻ മുഖാന്തരം സംസാരിച്ചു. എന്നാൽ ജീവിതത്തിൽ മരണഭയം നേരിട്ട സന്ദർഭത്തിൽ ദൈവം ഇവരെ ആരെയും വിട്ടില്ല. തിരുവെഴുത്തിലെ വചനം, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രശ്നത്തിന്റെ തീവ്രത എത്രമാത്രമോ അതിനനുസരിച്ച് ദൈവം നിന്നോട് ഇടപെടും. ഒരു വചനത്തിലൂടെയുള്ള ഇടപെടൽ നിനക്ക് മതിയെങ്കിൽ ദൈവം വചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. ഒരു പ്രവാചകനിലൂടെ ഒരു ദൂതിന്റെ കൈമാറ്റമാണ് നിനക്ക് ആവശ്യമെങ്കിൽ ദൈവം അത് തരും. ഹല്ലേലൂയ. അല്ല, ഒരു ദർശനമാണ് നിനക്ക് ആവശ്യമെങ്കിൽ യേശു അത് തരും. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ അസാധാരണമായ കഷ്ടതയുടെ വേളയിൽ ദൈവം വേറെ ആരെയും വിടില്ല, സബ്സ്റ്റിറ്റ്യൂട്ടുകളെ വിടുകയില്ല. യേശു ക്രിസ്തു നേരിട്ട് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടരുത്, നീ റോമിൽ പോകും. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം. 3 പ്രാവശ്യം റോമിൽ പോകാൻ ശ്രമിച്ചതാ, നടന്നില്ല. ഇപ്പൊ 40 പേര് കൊന്നുകളെ ശപഥം ചെയ്തിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, പേടിക്കണ്ട, നീ റോമിൽ പോകും. എന്താ സംഭവിച്ചത്? 40 പേരാണ് പൗലോസിനെതിരെ നിൽക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അന്ന് രാത്രി തൻ്റെ ഭക്തന്റെ പരിപാലനത്തിന് വേണ്ടി അവൻ ആരെയും വിളിച്ചു കൂട്ടിയില്ല. ദൈവം 470 പേരെ അവന് വേണ്ടി ഒരുക്കിയെടുത്തു. ഒന്ന് വായിച്ചാട്ട്. 40 പേര് ദൈവം അവന്റെ പരിപാലനത്തിന് വേണ്ടി അത്ഭുതകരമായി. ആ സന്ദർഭത്തിൽ എത്ര പേരെ എഴുന്നേൽപ്പിച്ചു? വായിക്കാം. 23:23. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാളെ, 70 കുതിരച്ചേവകരെ, 200 കുന്തക്കാരെ കൂട്ടിയാൽ 470 എന്ന് കിട്ടും. 200 അധികം 70, 270 പ്ലസ് 200, 470. 40 പേരെതിരെ നിൽക്കുമ്പോ യാതൊരു സാധ്യതയുമില്ലാത്തയിടത്ത് അവന് വേണ്ടി ദൈവം 470 പേരെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നിന്റെ അസാധ്യതകളുടെ രംഗത്ത് സാധ്യതകളെ സൃഷ്ടിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസിന്റെ സാക്ഷ്യമത അല്ലേ? ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് പറഞ്ഞു, നീ റോമിൽ പോകുമെന്ന്. സഹോദരങ്ങളെ, റോമിൽ പോയോ എന്നുകൂടെ നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 28:16 വചനം. റോമയിലെത്തിയ ശേഷം ഹലോ, ദൈവം നിന്നെ വാഗ്ദത്തം നൽകി വ്യാമോഹിപ്പിക്കുന്നവനല്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ആ തിരുവെഴുത്ത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. നീ റോമിൽ പോകുമെന്ന് പറഞ്ഞാൽ ദൈവനെ റോമിൽ എത്തിച്ചതായി നാം തിരുവെഴുത്തിൽ വായിക്കുകയാണ് അല്ലേ? റോമിൽ എത്തിയ ശേഷം. ഇനി പൗലോസിന് കർത്താവ് നൽകിയ 4ാമത്തെ ദർശനം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 27-ാം അധ്യായത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അദ്രിയ കടലിൽ അലയുന്ന സന്ദർഭത്തിൽ അവന് കർത്താവ് നൽകുന്ന ഒരു പ്രത്യേകമായ ദർശനമാണ്. അപ്പോസ്തലപ്രവൃത്തി 27, 23, 24 വാക്യങ്ങൾ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. 4ാമത്തെ ദർശനം അതാണ്. ഹലോ, 4ാമത്തെ ദർശനം. അദ്രിയ കടലിൽ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അലയുന്ന വേളയിൽ, ഹല്ലേലൂയ, അവൻ രാത്രിയിൽ കാണുന്ന ഒരു ദർശനം. അവൻ രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ദർശനം? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ അരികെ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടരുത്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തു. നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പ്രൈസ് ദി ലോർഡ്.
പ്രൈസലോ. ആ കപ്പലിൽ എത്ര പേരുണ്ടെന്നുള്ളത് കപ്പലുടമയ്ക്കോ കപ്പിത്താനോ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനോട് പറയാണ് 276 പേരതിലുണ്ട്. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഏത് രജിസ്റ്റർ ബുക്കും ആരുടെ കയ്യിലും ഇരുന്നു കൊള്ളട്ടെ, കണക്കറിയാവുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എങ്കിലും നമ്മുടെ കപ്പൽ തകരും. എന്താണ് സംഭവിച്ചത്? അദ്രിയക്കടലിന്റെ ഉൾക്കടലിൽ വെച്ച് ഈ കപ്പൽ തകർന്നിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടില്ലായിരുന്നു. പക്ഷെ കപ്പൽ തകർന്നത് ഒരു കരയോട് അടുത്ത സന്ദർഭത്തിലാണ്. എനിക്ക് അവിടെ ഒരു ദൂത് പങ്കുവയ്ക്കാനുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, ഈ കപ്പൽ അദ്രിയക്കടലിന്റെ ഉൾക്കടലിൽ വെച്ച് തകർന്നിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞെന്താ? ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. യേശുവിൻ്റെ നാമത്തിൽ ആരുടെയും പ്രാണന് ഹാനി വരില്ല. സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചു? കരയോടടുത്ത വേളയിലാണ് ആ കപ്പൽ തകർന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവിടെ 1-2 ദൂതുകൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ആ കരയോടടുത്തപ്പോഴാണ് ആ കപ്പൽ തകർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. ആ കപ്പൽ തകർന്നു. കപ്പൽ ഒലിച്ചുപോയി. പലകളെല്ലാം ഒലിച്ചുപോയി. സാധനങ്ങളൊക്കെ നേരത്തെ എടുത്ത് കടലിൽ കളഞ്ഞതാ. പ്രൈസലോ. മിക്കരും നീന്തി കയറി. നീന്തറിഞ്ഞുകൂടാത്തവര് പൊട്ടിപ്പൊളിഞ്ഞ കപ്പലിൻ്റെ പലകത്തുണ്ടിന്മേൽ പിടിച്ച് അവിടെ ചെന്ന് കയറി. കർത്താവ് പറഞ്ഞ ദൂതിനകത്ത് വേറൊരു ദൂതുണ്ട്. സ്തോത്രം. മെലീത്ത ദ്വീപിൽ നീ നിൽക്കുമെന്നല്ല, നീ റോമിൽ പോകും. ഹലോ, അവിടെ ന്യായമായൊരു ചോദ്യം. കർത്താവേ, ഇനി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനം എവിടെ? യാത്ര ചെയ്യാൻ വാഹനം എവിടെ? ഉണ്ടായിരുന്ന കപ്പൽ തകർന്നു പോയല്ലോ. ഈ പെറുക്കിക്കൊണ്ട് വന്ന പലകത്തുണ്ടെല്ലാം കൂടെ അടിച്ചുകൂട്ടിയാൽ ഒരു കൊതുമ്പ് വെള്ളം ഉണ്ടാക്കാനുള്ള പലകയില്ല. പ്രൈസലോ, പ്രൈസലോ. അഥവാ ഒരു ചെറിയ വെള്ളം ഉണ്ടാക്കിയാൽ അത് കൂടിപ്പോയ 2-3 പേർക്ക് യാത്ര ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ 276 പേർക്ക് തുടർന്ന് ഇറ്റാലിയയിലേക്ക് പോകണം, റോമിലേക്ക് പോകണം. ദൈവം പറഞ്ഞത് നീ റോമിൽ പോകും. എന്താ സംഭവിച്ചതെന്നൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, അവർ ഒരു തീരത്തിൽ നിന്നിറങ്ങി. ഭയങ്കര തണുപ്പ്. അവർ തീ കാഞ്ഞു. സ്തോത്രം. പൗലോസിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരവസരം തുറന്നു. പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണി പനിയും അതിസാരവും പിടിച്ച് കിടക്കുകയാണ്. പൗലോസ് ചെന്ന് അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന, ഒറ്റ സൗഖ്യം. പ്രൈസലോ. ഹല്ലേലൂയ. തുടർന്ന് കപ്പൽ കയറുന്ന സമയത്ത് കടലിൽ കളഞ്ഞതല്ല ആവശ്യമുള്ളതെല്ലാം ബർബരന്മാർ കയറ്റി തന്നു. വിദ്യാഭ്യാസമില്ലാത്ത ബർബരന്മാർ അവരോട് അസാധാരണമായ ദയ കാണിച്ചു. അപ്പോൾ കഴിക്കാൻ ആഹാരമായി. ഇനി അടുത്ത പ്രശ്നം, യാത്ര ചെയ്യാൻ വണ്ടി എവിടെ? 28-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കഴിഞ്ഞ 3 മാസമായി തണുപ്പ് കാലം കഴിഞ്ഞിട്ട് യാത്രയാകാൻ വേണ്ടി അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പൽ അവിടെ തീരത്ത് തമ്പടിച്ച് കിടപ്പുണ്ടായിരുന്നു. ആളുകളെല്ലാം പറയും തണുപ്പ് കഴിഞ്ഞിട്ട് യാത്ര പോകാനാണെന്ന്. ദൈവാത്മാവ് പറയും അല്ല, എൻ്റെ ദാസന്മാർക്ക് തുടർന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ചിലതിനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കപ്പലിലാണ് സഹോദരങ്ങളെ തമ്പുരാൻ 3 മാസത്തിനു മുമ്പ് അവിടെ കൊണ്ടുവന്ന് തടഞ്ഞിട്ട ആ കപ്പലിലാണ് പൗലോസും കൂട്ടരും തുടർന്ന് യാത്ര ചെയ്തത്. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ കപ്പലിൻ്റെ അപ്പോഴത്തെ സ്ഥിതികൾ അവിടെ വായിക്കുന്നുണ്ട്. 1, രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. 2, കപ്പൽ പാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെല്ലാം പ്രതികൂലമാണ്. ചരക്കുകൾ എടുത്ത് കളഞ്ഞു അല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ അരികെ നിന്നിട്ട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കണം. 5-ാമത്തെ ദർശനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ.
പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. അടുത്തത്, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സഹോദരങ്ങളെ, 3-ാം സ്വർഗത്തെ കുറിച്ചുള്ള ദർശനമാണ് പൗലോസിന് കിട്ടിയ 5-ാമത്തെ ദർശനം. സ്തോത്രം. 14 സംവത്സരം മുമ്പേ എന്നാണ് പറയുന്നത്. 14 സംവത്സരം മുമ്പേ എന്ന് പറയുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാട്ട്, കൊരിന്ത്യർ ലേഖനം എഴുതുന്നത് AD 56 അതിന് 14 വർഷം മുമ്പേ എന്ന് പറഞ്ഞാൽ AD 42. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മിഷണറി യാത്രയിലായിരുന്ന പൗലോസിനെ ആമേൻ യഹൂദന്മാർ വന്ന് ജനത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് കരുതിയിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോയി പാളയത്തിന് പുറത്തിട്ടു. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? മരിച്ചു എന്ന് കരുതിയിട്ട് വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയിട്ടു. ആ സന്ദർഭത്തിലായിരിക്കാം, കാരണം പൗലോസ് കല്ലേറ് കൊള്ളുന്നത് AD 42 കല്ലേറ് കൊണ്ട് മരിച്ചവനെ പോലെ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ശേഖരിച്ചു വെച്ചിരിക്കുന്ന, കരുതി വെച്ചിരിക്കുന്ന ആ നന്മകൾ ദൈവം അവന് മറനീക്കി പ്രദർശിപ്പിച്ചു, വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 3-ാം സ്വർഗത്തിൻ്റെ ദർശനം. ഹല്ലേലൂയ. അവിടെ മനുഷ്യർക്കാർക്കും ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത വാക്കുകളെ അവർ പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ ദർശനം നിങ്ങൾ കേൾക്കണമോ? പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ പൗലോസ് കല്ലേറ് കൊള്ളുന്നു. തുടർന്നുള്ള പൗലോസിൻ്റെ പ്രസ്താവനകൾ, പൗലോസിൻ്റെ ചങ്കൂറ്റം നോക്ക്. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, കൊന്നോട്ടെ സാരമില്ല, കൊന്നോട്ടെ സാരമില്ല, ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗീയ പർദീസയുണ്ട്. അവിടെ ദൈവം വിശുദ്ധന്മാർക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന കിരീടങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അത് അവൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിനപ്പുറം ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ആ നന്മകൾ കണ്ണാലെ കാണാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനോട് പറയാം, ദൈവമേ, നിലനിൽക്കുന്ന ചില ഉൾക്കാഴ്ചകൾ എനിക്ക് തരണമേ. ലോകത്തിലെ ഒരു സംഭവവികാസങ്ങളും ജീവിതത്തിൻ്റെ ഒരു സ്ഥിതികളും നമ്മുടെ ദർശനത്തെ തകർത്ത് കളയരുത്. ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നൽകിയ വാഗ്ദത്തത്തെ ഉറച്ചു വിശ്വസിക്കണം, അതിനെ കടന്നു പിടിക്കണം. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ. സ്വർഗീയ പിതാവേ, കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ കർത്താവേ, തത്സമയത്തേക്ക് ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ സഭയായി കർത്താവേ അങ്ങയുടെ മുമ്പിൽ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വരുന്നു കർത്താവേ. കർത്താവെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ സുവിശേഷം കർത്താവേ ലോകത്തിന്റെ പല ഭാഗങ്ങളെത്തുവാൻ കർത്താവെ ഒരു മനുഷ്യനെ കർത്താവെ ദൈവിക ദർശനങ്ങളാൽ അങ്ങ് വഴി നടത്തിയെന്ന് കർത്താവെ ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ കേട്ടു കർത്താവെ. ശൗലിനെ പൗലോസാക്കി ദൈവികമായ ദൂതകളും ദൈവികമായ കർത്താവെ ആലോചനകളും പകർന്ന് തന്നെ നടത്തിയതിലൂടെ സുവിശേഷം കർത്താവെ അനേക ജാതികളിൽ, അനേക കൾച്ചറുകളിൽ കർത്താവെ ആ രാജ്യങ്ങളെ മാറ്റുവാൻ കർത്താവെ അങ്ങ് ഉപയോഗിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ കേട്ട വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ വചനത്തെ കർത്താവെ താഴ്മയോടും വിറയലോടും കൂടെ സ്വീകരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഞങ്ങൾ കർത്താവെ വചനത്തിൽ വായിക്കുന്നു. ഈ രാവിലെ വെളിപ്പെട്ട വചനത്തെ, ദൈവത്തിന്റെ വചനത്തെ കർത്താവെ, ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ കർത്താവെ സർവ്വ ബഹുമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങുമായ എൻകൗണ്ടറുകൾ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതികളെ തിരിക്കുന്ന, ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ റിസോഴ്സുകളിലൂടെ കർത്താവെ അങ്ങയുടെ രാജ്യം സ്ഥാപിക്കണമേ. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ യേശുവിന്റെ തുളയ്ക്കപ്പെട്ട കാലുകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. സമയങ്ങളിൽ, ദൈവത്തിന്റെ സമയങ്ങളിൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് കർത്താവെ ഞങ്ങളുടെ തീരുമാനങ്ങളെ തിരിക്കുവാൻ ദൈവത്തിന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. ഈ കാലഘട്ടത്തിന്റെ ദൈവ പദ്ധതികളെ, ദൈവത്തിന്റെ ആലോചനകളെ, ദൈവരാജ്യത്തിന്റെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആലോചനയിൽ വഴി നടത്തണമെന്ന് ഞങ്ങളെ യേശുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുപോലെയുള്ള കർത്താവേ ശൗലുമാരുണ്ടെങ്കിൽ അങ്ങയുടെ എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പൗലോസന്മാരെ തിരിക്കുന്ന ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ കർത്താവേ. അത് ഞങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പച്ചാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിളിക്കേണ്ട നമ്പർ 7736112475 8086991167.